നമസ്കാരം. ഞാനേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നൊരു മൊബൈൽ കൂടെ ഞാൻ സാധാരണ ചെറിയ രീതിയിലുള്ള വ്ളോഗിങ്ങും അല്ലെങ്കിൽ യൂട്യൂബും ഒക്കെ ചെയ്യണത്, എൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്ന് മാറി എനിക്കൊരു ആക്ഷൻ ക്യാമറ മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഓസ്മോ DJI Osmo Action 4 എന്ന് പറയുന്ന ഒരു ക്യാമറ ഞാൻ ഓൺലൈനിൽ ബൈ ചെയ്തു. അപ്പോൾ അത് മേടിച്ചത് ഞാൻ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നുമല്ല. ഞാൻ മേടിച്ചത് ഡിസൈൻ ഇൻഫോ എന്ന് പറയുന്നത് ബോംബെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഓൺലൈൻ കമ്പനിയിൽ നിന്നാണ്. അത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്കത് കിട്ടിയത്. അവരുടെ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും 10% കുറവാണ് അവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും. അവർ ക്യാമറയും അതിൻ്റെ ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ ഇപ്പോൾ ആക്ഷൻ ക്യാമറ, അതുപോലെ ക്യാമറയുടെ മറ്റുള്ള കമ്പോണൻസ്, ഗിംബല്, ആക്സറീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബോംബെ ബേസ് ചെയ്തിട്ട്. അപ്പം ഞാൻ ആദ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വല്ല തട്ടിപ്പാണോ എന്നറിയില്ല നമുക്ക്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, ഇതിൻ്റെ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ പലതിനും തപ്പിയെടുത്തു. അങ്ങനെയാണ് ഇതൊരു ജെന്യുവൻ ആണെന്ന് മനസ്സിലായത്. എന്നിട്ട് ഞാനത് ഓർഡർ ചെയ്ത് വിത്തിൻ 2 days എനിക്ക് കറക്റ്റ് ബ്ലൂ ഡാർട്ട് കൊറിയർ വഴി അവർ ഈ സാധനം എനിക്ക് സപ്ലൈ ചെയ്തു. വളരെ നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വളരെ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ ക്യാമറ, DJI Osmo Action. ഇതൊരു അഡ്വഞ്ചർ കോംബോ എന്ന് പറയുന്നൊരു ഓപ്ഷനുള്ളതാണ് ഞാൻ മേടിച്ചത്. ഇതിലൊരു എക്സ്റ്റൻഷൻ റാഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ബാറ്ററി കേസ് ഉണ്ട്. 3 ബാറ്ററി വരെ ഇതിൽ ഓൾറെഡി അവർ കൊടുക്കുന്നുണ്ട്, ഈ പ്രൊഡക്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചാർജ് ചെയ്യാനും കൂടുതൽ ടൈം, ഇപ്പം 3 ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയിട്ട് 9 മണിക്കൂർ 10 മണിക്കൂർ വരെ കണ്ടിന്യൂസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വഞ്ചർ കോംബോയിൽ വരുന്നത് പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഇതൊരു ബാറ്ററി കേസാണ്. ഇതിൽ 3 ബാറ്ററി ഉണ്ട്. നമുക്കിത് ചാർജ് ചെയ്യാം. C ടൈപ്പ് കേബിൾ ഉണ്ട്. ഈ കേബിൾ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം. ഇത് ക്യാമറയുടെ കേസാണ്. ഇത് നമുക്ക് ക്യാമറ കവർ ചെയ്തിട്ട് കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. ഈ ക്യാമറയുടെ ലെൻസിന് വരുന്നൊരു കവറാണ് ഓക്കെ ഇതിലുള്ളത്. ഇത് ക്യാമറ മോൾഡ് ചെയ്യാനുള്ള ഇതാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിന് ഏകദേശം 5 അടി വരെ ലെങ്ത് കിട്ടും. നമുക്ക് എന്തെങ്കിലും കയ്യിൽ പിടിച്ച് ക്യാമറ യൂസ് ചെയ്യാനും ക്യാമറ 2 ഡയറക്ഷൻ നമുക്ക് തിരിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ക്യാമറയുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഔട്ട്ഡോർ എടുത്തിട്ട് അതുകൂടെ വീഡിയോയിൽ ഇടാം. ഓക്കെ, ഞാൻ പുതിയ ക്യാമറയുടെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വടക്കുന്നതിൻ്റെ മുമ്പിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ DJIയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ആൻഡ്രോയിഡിനാണെങ്കിലും ഇനി ഐഫോണിനാണെങ്കിലും നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആ ആപ്പായിട്ട് ഈ ക്യാമറയെ നമ്മൾ ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വളരെ ക്ലിയറാണ്, വളരെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ക്യാമറ എല്ലാം വളരെ ക്ലിയറാണ്. ഞാൻ പിന്നെ ഇത് ഫുൾ HD മാത്രമേ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൽ 4K കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാം. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു നോർമൽ സാധാരണ രീതിയിൽ യൂട്യൂബോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫുൾ HD നമുക്ക് ആവശ്യമുള്ളൂ. അതിന് മുകളിലേക്കുള്ളത് നമുക്ക് ആവശ്യമില്ല. 4K ഒന്നും വേണ്ട. അതൊക്കെ അത്ര അഡ്വാൻസ് ചെയ്ത് മുമ്പിലേക്ക് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഏതായാലും ഇതിൻ്റെ കുറച്ചും കൂടി വിഷ്വൽസ് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ക്യാമറയുടെ സൗണ്ട് ക്ലാരിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനതിന് വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതായാലും വിഷ്വൽസും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ ഇടും. അപ്പോൾ നിങ്ങളെല്ലാതെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.